ഞാൻ ഇപ്പം ഓട്ടോ ഓടിയായിരുന്നു എൻ്റെ കുടുംബം നോക്കിയിരുന്നത്. ഇപ്പൊ അതിനൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. പിന്നെ സർജറിക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് കരളിന് പകരം കരൾ തരുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ സമയം രണ്ടുപേരും തികച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വേറൊരു നിവൃത്തിയില്ല ഞങ്ങളെ കൊണ്ട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 40-കാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. തെന്മല പഞ്ചായത്തിലെ 6-ാം വാർഡ് ഉറുകുന്ന് വെള്ളച്ചാലിൽ മോചനവിലാസത്തിൽ സതീഷ് കുമാറാണ് ചികിത്സാ സഹായം തേടുന്നത്. ഞാൻ ഇപ്പം ഓട്ടോ ഓടിയായിരുന്നു എൻ്റെ കുടുംബം നോക്കിയിരുന്നത്. ഇപ്പൊ അതിനൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ 2018 എൻ്റെ വിവാഹം കഴിഞ്ഞത്. എനിക്ക് 4.5 വയസ്സുള്ളൊരു മകനുമുണ്ട്. പിന്നെ സർജറിക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് കരളിന് പകരം കരൾ തരുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ സമയം രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും രണ്ടുപേരും സർജറിക്ക് വിധേയമാവുകയും വേണം. അതുകൊണ്ട് രണ്ടുപേരെ സർജറി എല്ലാം കൂടെ ചേർത്തായിരിക്കാം ഒരു പക്ഷേ ഡോക്ടർമാർ ഈ 10 ലക്ഷം രൂപ പറഞ്ഞേക്കുന്നത്. തികച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വേറൊരു നിവൃത്തിയില്ല ഞങ്ങളെ കൊണ്ട്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്ത് തരണമെന്ന്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. സതീഷ് കുമാർ 2 വർഷത്തോളമായി കരൾ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹം പോണ്ടിച്ചേരി ജിഗ്മർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണിപ്പോൾ. സതീഷ് കുമാറിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഭാര്യ രമ്യയുടെ കരളാണ് സതീഷ് കുമാറിന് മാറ്റിവെക്കുന്നത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 10 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നതെന്ന് സതീഷ് കുമാർ പറഞ്ഞു. ഞാനൊരു 3 വർഷത്തോളം ഇപ്പോൾ ഒരു കരൾ രോഗിയായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ചികിത്സയായിട്ട് പോണ്ടിച്ചേരിയിലാണ് എൻ്റെ ചികിത്സ നടക്കുന്നത്. ഇപ്പം സർജറി ഇപ്പം ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമേ നടത്താനുള്ള ഇതാ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അവർ പറയുന്നത് ഒരു 10 ലക്ഷത്തോളം രൂപയെങ്കിലും നമ്മുടെ വേണം എങ്കിലേ സർജറി നടത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇതിന് എത്രയും തുകയൊന്നും നമ്മുടെ കയ്യിൽ എടുക്കാനോ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. എനിക്കൊരു 4.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, ഇപ്പോൾ സ്കൂളിൽ പോയിട്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഈ താമസിക്കുന്ന തന്നെ ഇത് വാടക വീടാണ്. അത് ഒരു വീടുണ്ടായിരുന്നത് വിറ്റ ഇത്ര നാളും പിന്നെ ആശുപത്രി പോയിരുന്നതും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ ആശുപത്രി പോയിക്കൊണ്ട് ഇത്രയും നാൾ 3 വർഷത്തോളം ഇത് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ സർജറിക്ക് വേണ്ടി പിന്നെ പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ കഴിയും. സതീഷ് കുമാറിന് 4.5 വയസ്സുള്ള ഒരു മകനുണ്ട്. ഓട്ടോ തൊഴിലാളിയാണ് ഇദ്ദേഹം. ഓട്ടോ ഓടിച്ചാണ് ഉപജീവനമാർഗം നടത്തി വന്നിരുന്നത്. എന്നാൽ രോഗബാധിതനായതിനെ തുടർന്ന് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഭർത്താവിന്റെ രോഗാവസ്ഥ മൂലം ഭാര്യ രമ്യയ്ക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അടുത്ത മാസം സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നതെന്ന് സതീഷ് കുമാർ പറഞ്ഞു. സ്വന്തമായി കിടപ്പാടമുണ്ടായിരുന്നത് വിറ്റിട്ടാണ് ഇതുവരെ ചികിത്സ നടത്തി വന്നിരുന്നത്. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. വാടക കൊടുക്കാനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും യാതൊരു മാർഗവുമില്ലാതെ ദുരിതത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.